ഒക്കെ നമുക്ക് വചനത്തിലേക്ക് തിരിച്ചു വരാം. യേശുവിന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും. ആ തളർന്നു പോകാതെ നമ്മൾ തീഷ്ണതയോടുകൂടി നിൽക്കുമ്പോൾ യേശുവിന്റെ ഹൃദയം, യേശുവിന്റെ ആ ഒരു നമ്മളോടുള്ള ഒരു അലിവ്, സ്നേഹം അവിടെ സ്പർശിച്ചു വരികയാണ്. നമ്മൾ മാനുഷികമായിട്ട് നമ്മൾ തളരാം, വികാരങ്ങളാൽ നമ്മൾ ക്ഷീണിക്കാം, മനസ്സ് മുറിയാം, എന്നാൽ നീ വഴിമാറിയില്ല. എഫേസോ സഭയോട് യേശു പറയുകയാണ്, എന്നാൽ നീ വഴിമാറിയില്ല, നിന്റെ കാലുകൾ നിർത്തിയില്ല, നിന്റെ ഓട്ടം നീ നിർത്തിയിട്ടില്ല, നിന്റെ കാലുകൾക്ക് നീ വിശ്രമം കൊടുത്തില്ല, നിന്റെ ഹൃദയം നീ അടച്ചില്ല. കാരണം ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഈ കഷ്ടങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് നീ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. അതാണ് നീ തളർന്നു പോകാഞ്ഞത്. എത്ര പേരുണ്ടെങ്കിലും നീ യേശുവിന്റെ നാമം വിട്ടില്ലല്ലോ. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, എന്തെല്ലാം കഷ്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ നാം സഹിച്ചു, എന്തെല്ലാം കഷ്ടങ്ങൾ ഉണ്ടായിട്ടും, എന്തെല്ലാം വേദനകൾ ഉണ്ടായിട്ടും, ഒറ്റപ്പെട്ടിട്ടും, ഭക്ഷണം തരാതിരുന്നിട്ടും, നിനക്ക് വസ്ത്രം തരാതിരുന്നിട്ടും, നിന്നെ ചേർത്തുകൊള്ളാതിരുന്നിട്ടും നീ ക്രിസ്തുവിന്റെ നാമം കൈവിട്ടില്ലല്ലോ. ആ ക്രിസ്തുവിന്റെ നാമം കൈവിടാതെ കണ്ട്, നീ തളർന്നു പോകാതെ കണ്ട്, നീ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഇന്നും നിൽക്കുന്ന നിന്റെ അവസ്ഥയോർത്ത് യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ അറിയുന്നു, നീ തളർന്നു പോയില്ലല്ലോ, ഞാൻ അറിയുന്നു, ഞാൻ അറിയുന്നു കുഞ്ഞെ, ഞാൻ അറിയുന്നു നിന്നെ. ചോര നീരാക്കി യേശുവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച അവരുടെ ആ തീഷ്ണത യേശു അറിയുന്നു, കണ്ണുനീരറിയുന്നു, പീഡനങ്ങൾ അറിയുന്നു, നമ്മളെ അപഹാസ്യരാക്കിയത് യേശു അറിയുന്നു. ജനങ്ങൾ കാണാതെ, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്യാതെ കണ്ട് യേശുവിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന നിന്റെ പോരാട്ടം, നീ യേശുവിന് വേണ്ടിയിട്ട് പലതും സഹിക്കുന്നത്, യേശുവിന് വേണ്ടിയിട്ട് സകലതും സഹിക്കുന്നത് യേശു അറിയുന്നു. ആ ഹൃദയത്തിന്റെ വേദന അറിയുന്നു, നിന്റെ കൃത്യനിഷ്ഠ അറിയുന്നു. യേശുവിന് വേണ്ടിയിട്ട് നീ സമർപ്പിക്കപ്പെട്ടത് സകലതും യേശു അറിയുന്നുണ്ട്. ഞാൻ അറിയുന്നു, എന്ത് വലിയ വാക്കാണത്. ഞാൻ അറിയുന്നുണ്ട്, ഞാൻ അറിയുന്നു, നീ എന്തൊക്കെ ഈ ഭൂമിയിൽ ചെയ്തിരുന്നാലും, നീ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കഷ്ടങ്ങൾ സഹിച്ചാലും, നീ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തുവോ, നിന്റെ കയ്യിൽ സാമ്പത്തികമില്ലാതിരുന്നപ്പോഴും നീ യേശുവിന് വേണ്ടിയിട്ട് നിന്ന് സാമ്പത്തികത്തെ അയച്ചത്, സാമ്പത്തികം കൊടുത്തത്, ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തത്, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തത്, നഗ്നനായവനെ ഉടുപ്പിച്ചത്, മറ്റൊരുത്തന്റെ കഷ്ടപ്പാട് കണ്ടപ്പോ നിന്റെ ഉള്ളം കീറി നീ അവരെ ചേർത്തുകൊണ്ടത്, ഇതൊക്കെയും ഞാൻ അറിയുന്നു. എന്റെ വേലയ്ക്കായി നിന്നപ്പോൾ നീ സഹിച്ച സകല കഷ്ടവും ഞാൻ അറിയുന്നു. യേശു നമ്മളെ അറിയുന്നതിൽ പരം നമുക്ക് മറ്റെന്ത് വേണം? യേശു നമ്മളെ അറിയുന്നു, യേശു നമ്മളെ അറിയുന്നു, എന്നെയും നിങ്ങളെയും അറിയുന്നു. അറിയുന്ന കർത്താവ് വീണ്ടും 2:4 പറയുകയാണ്, എങ്കിലും നീ എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കഷ്ടങ്ങൾ സഹിച്ചു, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട് കുഞ്ഞെ, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. മൊത്ത പ്രശംസകളും ഇവിടെ പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ട് നമ്മുടെ മനസ്സ് ഇങ്ങനെ കുളിർന്നിരിക്കുകയാണ്. എഫേസോ സഭയ്ക്ക് ഇങ്ങനെ കുളിർച്ച വന്നു. യേശുവിന്റെ ആ ഒരു ഹൃദയത്തിൽ നിന്ന് വന്നേക്കുന്ന ആ ദൂതാണേ അത്. അപ്പൊ ആ പ്രശംസകളുടെ ഇടയിൽ അവിടെ യേശു ഒരു കാര്യം പറയുകയാണ്, അവർക്കൊരൽപ്പം കുറവുണ്ട്, എങ്കിലും ഒരു കുറ്റം, ഒരു ചെറിയൊരു കുറ്റം എനിക്ക് നിന്നെ കുറിച്ച് കാണുവാനുണ്ട്. ഒരു വലിയ കുറ്റമല്ല, പക്ഷെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. ഒരു വലിയ കുറ്റമൊന്നും പറഞ്ഞൊന്നും ഞാൻ നിന്നിൽ അടിച്ചു വെക്കുന്നില്ല, പക്ഷെ അത് നിന്റെ ഹൃദയത്തിൽ കൊള്ളണം കേട്ടോ. നിങ്ങൾ ചെയ്തതെല്ലാം ഞാൻ കാണുന്നുണ്ട്, വിലമതിക്കുന്നുണ്ട്, പക്ഷെ ഒരു കുറവുണ്ടേ. നിനക്ക് വലിയ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു, വേല ഉണ്ടായിരുന്നു, വലിയൊരു വിഭാഗം നീ പ്രവർത്തിച്ചിരുന്നു, ശുദ്ധത ഉണ്ടായിരുന്നു, വിജയം ഉണ്ടായിരുന്നു, നല്ലത് മാത്രമേ നീ മുറുകെ പിടിച്ചോളൂ. പക്ഷേ നിനക്ക് നിന്റെ ആദ്യ സ്നേഹം, യേശുവോടുള്ള ആദ്യ ദിവസത്തെ സ്നേഹം, ഹൃദയം തീ പോലെ കത്തിയിരുന്ന ഒരു ആവേശം,
കണ്ണീരോടെ യേശുവിനെ വിളിച്ചിരുന്ന ആ നാളുകള്, ആരാധനയിൽ ഹൃദയം ഉരുകിയിരുന്ന ആ ദിവസങ്ങള്, അവന്റെ വാക്കുകൾ കേട്ടാൽ ഉള്ളിലേക്ക് തിളച്ചു മറിയുന്ന ഒരു ജ്വാല, യേശുവിനോട് മധുരമായിട്ടുള്ള ഒരു അടുക്കല്, യേശുവോട് ചേർന്നിരിക്കുമ്പോൾ എന്തുമാത്രം ആനന്ദം അനുഭവിച്ചിരുന്ന, ആ ഹൃദയം നിറഞ്ഞ് കവിയിരുന്നിരുന്ന, പരിസരം പോലും മറന്ന് ആരാധിച്ചിരുന്ന, തുള്ളിച്ചാടി കുതിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ നീ ആ സ്നേഹം നീ എന്താ ചെയ്തത്? വിട്ടുകളഞ്ഞു. അതായിരുന്നു എഫേസോ സഭയുടെ ഏറ്റവും വലിയ കുറ്റം. ഇന്ന് നമ്മളിൽ ഓരോരുത്തരുടെയും കുറ്റം ഇതാണ്. വിട്ടുകളഞ്ഞു. അവിടെ നഷ്ടപ്പെട്ടൊന്നും പോയിട്ടില്ല, പക്ഷെ നീ വിട്ടുകളഞ്ഞതാണ്. നീ വിട്ടുകളഞ്ഞത്. ആദ്യം നീ എന്നോട് പറ്റിയിരുന്നത്, ഇടവിട്ട് നീ അന്യഭാഷയിൽ എന്നെ സ്തുതിച്ചിരുന്നത്, എന്നെ നീ പ്രാർത്ഥിച്ചിരുന്നത്, നിന്റെ ഏത് വേല നീ ചെയ്യുമ്പോഴും അതിന്റെ ഇടയിൽ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകുമ്പോഴും നീ എന്റെ അടുത്തേക്ക് ഓടി വന്നിരുന്ന് നമ്മൾ രഹസ്യമായി അറയിൽ കടന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന ആ സ്നേഹമൊക്കെ നീ എന്നിൽ നിന്ന് അങ്ങ് വിട്ടു മാറി കേട്ടോ. യേശു പറയുകയാണ്, നീ നഷ്ടപ്പെടുത്തിയിട്ടില്ല, പക്ഷെ നീ അത് വിട്ടുകളഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചപ്പോൾ പഴയതുപോലെ നമ്മൾ വളരെ എരിവോടുകൂടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ മന്ദഗതിയിലായി. ഇങ്ങനെയൊക്കെ മതി, അങ്ങനെയുള്ള മന്ദഗതിയിലേക്ക് മാറി, പതുക്കെയായി, അലക്ഷ്യത്തിലായി. അങ്ങനെയൊക്കെ വന്നപ്പോൾ യേശുവിനോടുള്ള ഒരു ആദ്യ സ്നേഹം നമ്മളിൽ നിന്ന് കുറഞ്ഞുപോയി. അപ്പൊ അത് വിട്ടുകളഞ്ഞു. യേശു അന്നേരം അവിടെ ആഗ്രഹിക്കുന്ന എന്താണ്? ഇന്നത് എന്നോടും നിങ്ങളോടും ഉള്ളതാണ് ആ ഒരു ആദ്യ സ്നേഹം. ആ ഒരു ആദ്യ സ്നേഹം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത സ്നേഹമാണ്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. എഫേസോ സഭ അവിടെ പ്രവർത്തിച്ചു, പഠിച്ചു, പാപത്തോടെതിരായി നിന്നു, സുവിശേഷം പ്രസംഗിച്ചു. ഇതൊക്കെയും യേശുവിനെ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴും യേശുവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കുറഞ്ഞുപോയി. അപ്പൊ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ യേശുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് വീണ്ടും പുനരാരംഭിക്കുക. ആദ്യ സ്നേഹം പോലെ പുനരാരംഭിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഞാനതില്ല എന്ന് പറയുന്നില്ല, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് ആദ്യ സ്നേഹം, ആദ്യകാലത്ത് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഉള്ളതുപോലെ എങ്ങനെ നമ്മൾ തുള്ളി കുതിച്ച് ആനന്ദിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചിരുന്നു. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഉള്ളത് കാണുവാൻ കുറവാണ്. അവരടുത്തിരിക്കുന്നവരെന്ത് വിചാരിക്കും, ഇവിടെ ഇരിക്കുന്നവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നു. അപ്പൊ അത് പ്രഹസനത്തിന് വേണ്ടിയിട്ടല്ല, പുറമേ ഉള്ള ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടല്ല, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരണം. യേശുവുമായിട്ട് എപ്പോഴും സംസാരിക്കുന്ന, യേശുവുമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന, ഒരു നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെ സംസാരിക്കുമോ അതുപോലെ യേശുവുമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട്, സംസാരിച്ചുകൊണ്ട്, ഹൃദയത്തെ എപ്പോഴും തുറന്നുകൊണ്ട്, യേശുവിനോട് സംസാരിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് യേശു പറയുകയാണ്. നമ്മുടെ മിനിസ്ട്രി ഒക്കെ ഗ്രേറ്റ് ആണ്, നമ്മുടെ ഫെയ്ത്ത്, വിശ്വാസമൊക്കെ സ്ട്രോങ് ആണ്, നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ ക്ഷമയൊക്കെ പവർഫുൾ ആണ്. എല്ലാം നമ്മൾ സഹിച്ച് സഹനത്തോടു കൂടി നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയമാണ്. നീ എനിക്ക് വേണ്ടിയിട്ട് സകലതും ചെയ്യുന്നുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ട് ഓടുന്നുണ്ട്, ഉറക്കൊഴിയുന്നുണ്ട്, സ്റ്റേജുകൾ കഴിഞ്ഞ് സ്റ്റേജുകളിലേക്ക് നീ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്, നീ ഇതെല്ലാം നീ ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്റെ ഹൃദയം എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ആ ഒരു ഹൃദയം നീ എൻ്റെ അടുക്കലേക്ക് ഒന്ന് തരിക. കാരണം നീ അതിനെ നീ വിട്ട് കളഞ്ഞേക്കാണ്. ഇപ്പൊ പ്രവർത്തിക്കുന്ന നീ മനസ്സിൽ ചിന്തിക്കുന്നത് ഞാനിതെല്ലാം ചെയ്യുന്നത് യേശുവിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ളതാണ്. പക്ഷെ ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടല്ലേ, അത് വീണ്ടും തിരികെ കൊണ്ടുവരിക. ദൈവാത്മാവ് ഇന്ന് ഓർപ്പിക്കുകയാണ്, യേശുവുമായിട്ടുള്ള ഒരു പ്രണയത്തിലാകുന്ന തരത്തിലേക്ക് ഹൃദയങ്ങൾ അടുക്കണം. നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴും, ഇതെല്ലാം ചെയ്യുമ്പോഴും യേശുവിന് വേണ്ടിയിട്ട്, യേശുവിനോട് സംസാരിക്കുന്ന, യേശുവിനോട് നമ്മൾ ഹൃദയം പകരുന്ന ആ സമയങ്ങൾ നമ്മൾ ഒരുക്കിയെടുക്കണം. ഇത് എന്നോടും കൂടിയാണ് പറയുന്നത്.
കാരണം ഞാനിത് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ദൈവമേ, നേരം വെളുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നു, നിന്റെ വചനങ്ങൾ കേൾക്കുന്നു, വായിക്കുന്നു, ഇരിക്കുന്നു, എടുക്കുന്നു, ഓടുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം വിട്ടിട്ട് ഞാൻ ഈ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ തൊട്ടടുത്തൊരു മനുഷ്യൻ ഇരിക്കുന്നത് പോലെ യേശുവിനോട് സംസാരിച്ചു. അതിന് പ്രാസമൊന്നുമില്ല, സാധാരണ സംസാരം പോലെ. പ്രാസവപ്പിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ്? യേശുപ്പച്ച, നമ്മുടെ ഇന്നത്തെ പോക്ക് നീ കണ്ടല്ലോ, ഇന്ന വിഷയങ്ങളുണ്ടായി. പക്ഷെ ഞാൻ ഇന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട്, യേശുവിന് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഓരോ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികളെ കുറിച്ച്, എൻ്റെ ബന്ധുക്കളെ കുറിച്ച്, ഞാൻ ഉൾപ്പെട്ട് നിന്നിരുന്ന കാര്യങ്ങളെ കുറിച്ച്, ഇതൊക്കെ ഞാൻ യേശുവിനോട് ഒരു തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് എങ്ങനെ സംസാരിക്കുമോ അതുപോലെ ഞാൻ സംസാരിക്കും. എൻ്റെ ഹൃദയം കൊണ്ട്, ഉള്ളു തുടിച്ചുകൊണ്ട്, വളരെ പ്രേമത്തോടെ, വളരെ സ്നേഹത്തോടെ ഞാൻ യേശുവിലാണ് ആശ്രയം വെക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കും അതിനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. 2:5 യേശു പറയുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത്. അപ്പൊ നമ്മളൊന്ന് ഓർത്ത് നോക്കണം. എഫേസോസ് സഭയൊന്ന് ഓർക്കണം. നമ്മൾ ഓർക്കണം, ഞാൻ ഏതിൽ നിന്നാണ് വീണിരിക്കുന്നത്. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഞാൻ പോയിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇന്ന് യേശു ഉണ്ടോ? യേശുവിലാണോ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്? യേശുവുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം എനിക്കുണ്ടോ? ഞാൻ ക്രിസ്തു നയിക്കുന്നത് പോലാണോ ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ഓർക്കുക. ഉയർന്നിടത്തു നിന്ന് താഴെ പോയി. അപ്പൊ ആ ഒരു ഉയർന്ന ഒരു ലെവലിലായിരുന്നു നമ്മുടെ നിൽപ്പ്. നമ്മൾ അതിൽ നിന്ന് താഴേക്ക് പോയി. നമ്മുടെ ആത്മീയ നില കുറഞ്ഞു പോയി എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ യേശു അവിടെ ഓർപ്പിക്കുന്നത്, കാരണം ഓർത്തു തുടങ്ങുമ്പോൾ ഹൃദയം ഉണർന്നു തുടങ്ങും. ഇന്ന് നമ്മളായിരിക്കുന്ന ചില സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ വീണു പോയത്? ചില ലാഭമോഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ വീണു പോയത്? അപ്പൊ ആ വീണു പോയതിനെ നമ്മളൊന്ന് ഓർത്തിട്ട് യഥാസ്ഥാനപ്പെടുത്താനുള്ള കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുക. വീഴ്ചയുടെ ചില അടയാളങ്ങളുണ്ട്. ആദ്യ സ്നേഹം തണുത്തു പോയിട്ടുണ്ടോ? ആദ്യം എങ്ങനെയായിരുന്നെന്ന് ഓർക്കുക. എത്ര ദിവസമായിരുന്നു ഉപവാസം? രാത്രിയിൽ ഉറക്കമുണ്ടോ? വചനം വായിച്ച് പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമോ? ഇതൊക്കെ നമ്മുടെ ആദ്യ സ്നേഹത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അവിടെ യേശുവിനോടുള്ള ബന്ധം ദുർബലമായി നമുക്ക് പോയിട്ടുണ്ടോ? ആരാധനയിലുള്ള ഒരു പുളകം, ആരാധിക്കുമ്പോൾ നമുക്കുള്ള ഒരു തീഷ്ണത, അത് നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ? പ്രാർത്ഥനയൊക്കെ ഒരു യാന്ത്രികമായിട്ട് പോയിട്ടുണ്ടോ? പ്രാർത്ഥിക്കണമല്ലോ, ഒരു ചടങ്ങ് പോലെ അങ്ങനെ വല്ലതും ആയി പോയിട്ടുണ്ടോ? നമ്മളെ തന്നെ ശോധന ചെയ്യുക. പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിനകത്ത് തള്ളിച്ച ഉണ്ടായി വരുമ്പോഴൊക്കെ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഇന്ന സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുക എന്നല്ല. ഞാൻ 6 മണിക്ക് പ്രാർത്ഥിക്കും, 8 മണിക്ക് പ്രാർത്ഥിക്കും എന്നുള്ളതിലൊന്നും അല്ല. കർത്താവ് നമ്മളോട് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നും കണ്ടെത്തേണ്ടുന്ന കാര്യമില്ല. നിൽക്കുന്ന നിപ്പിൽ നിന്നുകൊണ്ട്, അതായത് 24 മണിക്കൂറും കർത്താവ് നമ്മളെ വിട്ടു മാറി നിൽക്കാൻ ഇടവരരുത്. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന, ഇടവിടാതുള്ള പ്രാർത്ഥന, കർത്താവേ കർത്താവേ, കർത്താവിനോടുള്ള നമ്മുടെ ഇടവിടാതെ നമ്മുടെ കാര്യങ്ങളെ നിമിഷം പ്രതി നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രാർത്ഥന അവിടെ യാന്ത്രികമായിട്ടുണ്ടോ? ആ വീഴ്ചയുടെ അടയാളമാണ്. സേവനങ്ങളൊക്കെ ഒരു ചടങ്ങായിട്ട് മാറിയിട്ടുണ്ടോ? യേശുവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് വീഴ്ചയുടെ അടയാളമാണ്. ദൈവത്തിന് ഹൃദയം പകരാതെ ആളുകളെ പ്രീതിപ്പെടുത്താൻ നിൽക്കുന്നുണ്ടെങ്കിലും അത് വീഴ്ചയുടെ അടയാളമാണ്. വീഴ്ചയുടെ ഈ അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ യഥാസ്ഥാനപ്പെട്ടുകൊള്ളൂ, മാനസാന്തരപ്പെട്ടുകൊള്ളൂ. ആ വീഴ്ചയിൽ നിന്ന് നിങ്ങളൊന്ന് കേറി വാ. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനം മാറ്റുക, തിരിഞ്ഞു വരിക, മനം തിരിയുക. നമ്മളിപ്പോ പൊക്കൊണ്ടിരിക്കുന്ന വഴി നമുക്ക് ശരിയല്ല, ആദ്യ സ്നേഹം നമ്മളില്ല എന്ന് നമുക്ക് ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു എങ്കിൽ നമ്മൾ മനസ്സ് തിരിഞ്ഞു വരിക, നമ്മൾ യഥാസ്ഥാനപ്പെടുക, നമ്മുടെ ശരിയായ റൂട്ടിലേക്ക് നമ്മൾ വരിക. നമ്മൾ എങ്ങനെയൊക്കെയോ ജീവിച്ചിരുന്നു, എന്നാൽ ഇനി മുതൽ അങ്ങനെ വേണ്ട.
നമ്മൾ ക്രിസ്തുവിലാണെങ്കിലും ഇതുവരെ ക്രിസ്തുവിൽ വന്നിട്ടില്ലാത്ത വ്യക്തികളാണെങ്കിലും ക്രിസ്തുവിനെ അറിഞ്ഞ് നിങ്ങളൊന്ന് മാനസാന്തരപ്പെടുക. ഇനി ക്രിസ്തുവിലുള്ള വ്യക്തികളാണെങ്കിൽ ആദ്യ സ്നേഹത്തിലേക്ക് വന്നൊന്ന് മാനസാന്തരപ്പെടുക. ഹൃദയം യേശുവിലേക്ക് തിരിച്ചു കൊടുക്കുക. യേശുവോടെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ആദ്യ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഓടുകയല്ലേ, മനുഷ്യരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട്. സ്നേഹം കുറഞ്ഞു പോയത് കൊണ്ട് നമ്മൾ വിഷമിക്കുന്നു, അവര് സ്നേഹം തന്നില്ല എന്നോർത്ത് നമ്മൾ വിഷമിക്കുന്നു, മനുഷ്യരുടെ സ്നേഹമില്ലെന്നോർത്ത് നമ്മൾ വിഷമിക്കുന്നു. എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ഹൃദയം, യേശുവിന്റെ ഹൃദയം, അവിടെ നമ്മളെ വിളിക്കുകയാണ്, കുഞ്ഞെ നിന്റെ ഹൃദയം എന്റെ കരങ്ങളിലേക്ക് തരൂ, ഞാൻ നിന്നെ സ്നേഹിക്കാം. ഇത് യേശു ഒരു ശാസനമായിട്ടല്ല പറയുന്നത്, കോപത്തിലല്ല ഇത് പറയുന്നത്. കർത്താവിന്റെ കൃപയും സ്നേഹവുമാണ് അവിടെ ഇതൊക്കെ പറയിക്കുന്നത്. കൃപയാൽ യേശു പറയുന്നു, നിന്റെ ഹൃദയം എനിക്ക് വേണം കുഞ്ഞെ, നിന്റെ ഹൃദയം എന്നിലേക്ക് തരൂ, നീ എന്നിലേക്ക് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരൂ. അവിടെ മാനസാന്തരപ്പെടണം. മാനസാന്തരം ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ടുകൊള്ളൂ. ആ മാനസാന്തരപ്പെട്ടുകൊണ്ട് നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. യേശു എന്നെ തിരിച്ചറിയണം, യേശുവിന്റെ കൃപാവരങ്ങൾ എന്നിലേക്ക് വരണം. അത് എന്നെ കാണിക്കുവാനല്ല, യേശുവിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു ആകർഷണം, ദൈവത്തിലേക്ക് പോകാനുള്ള ഒരു ആകർഷണം നമുക്കുണ്ടായിരുന്നു. നമ്മൾ യേശുവിന്റെ അടുക്കൽ ധാരാളം സമയം ചെലവഴിച്ചിരുന്നു. ഇതൊക്കെ ഇന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യ സ്നേഹത്തിലാണ്. ഇതൊക്കെ ആദ്യ സ്നേഹത്തിന്റെ പ്രവൃത്തികളായിരുന്നു. എത്ര ഉറക്കൊഴിയാനും നമ്മൾ തയ്യാറായിരുന്നു, എത്ര ഉപവാസം എടുക്കാനും നമ്മൾ തയ്യാറായിരുന്നു. എന്നാൽ ഇതൊന്നുമില്ല എങ്കിൽ നീ അതിലേക്ക് മടങ്ങി വന്നുകൊണ്ട് നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നിന്നിൽ നിന്ന് ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, നീ അങ്ങനെ ആയി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു പറയുകയാണ്, അപ്പൊ ആദ്യത്തതിലേക്ക് നീ മടങ്ങി വാ. ഇല്ല, ഞാൻ വരികയും, അപ്പൊ നീ അതിലേക്ക് ആദ്യത്തെ പ്രവൃത്തി ചെയ്തില്ല എങ്കിൽ ഞാൻ വരികയും. ഇത് ഭയപ്പെടുത്തുകയല്ല, നമ്മളെ ഭീഷണിപ്പെടുത്തുകയല്ല, എന്റെ ഇടപെടൽ അവിടെ വരുമെന്നർത്ഥം. യേശുക്രിസ്തുവിന്റെ ഇടപെടല് അവിടെ ഉണ്ടാകും. ഇല്ല, ഞാൻ വരും. യേശു തന്റെ സഭയെ ഒരിക്കലും അവഗണിക്കില്ല. യേശുവിന്റെ സ്നേഹ സഭയെ രക്ഷിക്കും. യേശുവിന്റെ തിരുത്തലുകൾ എല്ലാവരും സ്നേഹത്തിലൂടെ വരും. ആ തിരുത്തലുകൾ സ്നേഹത്തിലൂടെയാണ് നമ്മളിലേക്ക് തരുന്നത്. ഞാൻ വരും, ഇതിന്റെ അർത്ഥം നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ നേരിട്ട് ഇടപെടും. ഇങ്ങനെ വ്യക്തികളിലേക്ക് ഇടപെടും, ഹൃദയത്തിലേക്ക് യേശുവിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും. നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം. നിലവിളക്ക് എന്നുള്ളത് സഭയാണ്. നിലയെന്ന് പറയുന്നത് അതിന്റെ ആത്മീയ സ്ഥാനത്ത് അത് തള്ളും, ആത്മീയ സ്ഥാനം അത് തളർന്നു പോവുകയും ആത്മീയ വെളിച്ചം മങ്ങുകയും ചെയ്യുമെന്ന് യേശു പറയുന്നു. സഭയുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുകയും ആ വേലയും പ്രവർത്തനവും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഹൃദയം അവിടെ ഇല്ലായിരുന്നു. യേശു വെളിച്ചമില്ലാത്ത സഭ ആഗ്രഹിക്കുന്നില്ല. പ്രവർത്തനം മാത്രം നോക്കുന്ന ഒരു യേശു അല്ല, അവിടെ യേശു ഹൃദയവും നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിലവിളക്ക് ആത്മീയ സ്ഥാനത്തിന്റെ മന്ദ്യത ഉണ്ടാകും. യേശുവിന്റെ വെളിച്ചമില്ലാത്ത സഭയെ യേശു ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഹൃദയമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെ വേണ്ട അവിടെ മാനസാന്തരപ്പെടുക. ആ നിലയിൽ നിന്നും യേശുക്രിസ്തു നീക്കം ചെയ്യും എന്ന് പറയുമ്പോൾ ആത്മീയ ഫലങ്ങളില്ലാത്തതിനെ അവിടെ ക്ഷയിച്ച് അവിടെ വെളിച്ചമില്ലാത്തതായി ആ ഒരു സഭ തന്നെ അവിടെ നശിച്ചു പോകുന്ന രീതിയിലേക്കായി പോകും. അപ്പൊ അവിടെ യഥാസ്ഥാനപ്പെടണം, മാനസാന്തരപ്പെടണം, യഥാസ്ഥാനപ്പെടണം. ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളിലേക്ക് മടങ്ങി വരണം. ഇല്ലെങ്കിൽ ആ സഭ നഷ്ടപ്പെടും. സ്ഥാനമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ക്രിസ്തുവിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നു എന്നല്ല പറയുന്നത്. ആ സ്ഥാനം കർത്താവ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങൾക്ക് വെച്ചേക്കുന്ന ഒരു സ്ഥാനമുണ്ട്, എനിക്ക് വെച്ചേക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തേക്ക് നമ്മൾ മടങ്ങി വരണം. ഇല്ലെങ്കിൽ ആ സ്ഥാനം നമ്മളിൽ നിന്ന് പോകും. ആ സ്ഥാനമാണ് പോകുന്നത്, അല്ലാതെ ക്രിസ്തു നമ്മളെ കൈവിട്ട് കളയുകയല്ല ചെയ്യുന്നത്. കാരണം വെളിച്ചം വേണം. യേശുവിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ സഭയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വെളിച്ചത്തിൽ നിന്ന് വേണം, ഹൃദയം പകർന്നു കൊടുത്തുകൊണ്ട് വേണം ചെയ്യുവാൻ. 2:6 വരികയാണ്. എങ്കിലും നിക്കൊലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. കുറെ പ്രോത്സാഹനവും കുറെ അഭിനന്ദനവും ഒക്കെ യേശുക്രിസ്തു കൊടുത്തിട്ട് ഒരു ചെറിയ കുറ്റം പറഞ്ഞു.
ആ കുറ്റം പറഞ്ഞിട്ട് അതിന് പരിഹാരം കൊടുത്ത് നീ അങ്ങ് മാനസാന്തരപ്പെട്ടാ മതി. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിനക്ക് അവിടെ സംഭവിക്കാൻ പോകുന്ന നിന്റെ സഭ അവിടെ തീർന്നു. അതിന്റെ ഫലം അവിടെ യേശുവിന്റെ ഫലങ്ങൾ, യേശുവിന്റെ വെളിച്ചത്തിൽ നിന്റെ സഭ പ്രവർത്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് ക്ഷയിച്ചു പോകും. ആ ക്ഷയം അവിടെ ഉണ്ടായിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിലനിൽക്കില്ല. അതുകൊണ്ട് നീ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരണം. വീണ്ടും അവിടെ പറയുകയാണ്, എങ്കിലും നിക്കോലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മയും നിനക്കുണ്ട്. വീണ്ടും യേശു അവിടെ പ്രോത്സാഹനം അല്ലെങ്കിൽ നന്മയെ കുറിച്ച് പറയുകയാണ്. ഇതിൽ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിക്കോലാവ്യരുടെ നടപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എഫേസോ സഭ എന്തിനാണ് അവരെ പകയ്ക്കുന്നത്, നന്മ എന്ന് യേശു എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് നമ്മളത് മനസ്സിലാക്കണം. അതിൽ നിക്കോലാവ്യർ ആരായിരുന്നു? നിക്കോലാവ്യർ എന്ന് പറയുന്നത് ഒരു വ്യാജ ശിക്ഷണവും വ്യഭിചാരത്തോടെ കലർന്ന വിശ്വാസവും പൂജാരാധനയും മോറൽ ഭ്രംശവും പഠിപ്പിച്ച ഒരു ഗ്രൂപ്പായിരുന്നു. ഒന്ന് ആലോചിക്കേ, ക്രിസ്തുവിന്റെ വചനത്തിന് നേരെ ഓപ്പോസിറ്റ് വ്യാജ ശിക്ഷണമായിരുന്നു. അവിടെ വ്യഭിചാരം ചെയ്യാം, വ്യഭിചാരത്തോട് കലർന്ന വിശ്വാസം. ഇന്ന് പലർക്കും അത് ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്. വ്യഭിചാരത്തോട് കലർന്ന വിശ്വാസം, എന്ത് തെറ്റും ചെയ്യാം, എന്ത് പോരായ്മകളും ചെയ്യാം, ആരോട് എന്തും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം എന്നുള്ള ചില ചിന്തകൾ ചിലർക്കുണ്ട്. വചനം തന്നെ പറയുന്നുണ്ട്, അവരുടെ നടപ്പ്, അവരുടെ ജീവിത രീതി, ശിക്ഷണം, പാത, പ്രവർത്തനം, ഇതൊക്കെ അവർ പഠിപ്പിച്ചത് കൃപയുണ്ടെങ്കിൽ പാവം പ്രശ്നമില്ല എന്നുള്ള കാര്യമായിരുന്നു. യേശുവിന്റെ കൃപ വരുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ആ കൃപയിൽ അങ്ങ് കഴുകി അങ്ങ് ദൈവ കൃപയുള്ളവരാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും ദൈവം അങ്ങ് ക്ഷമിച്ചോളും, അതിനാൽ പാവം ഒരു പ്രോബ്ലം ഇല്ലെന്ന് അവർ പഠിപ്പിച്ചു. അങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചാൽ പാപം ഒരു പ്രശ്നമില്ല, അത് നീ അങ്ങ് പാപം ചെയ്തോളൂ, യേശു അതങ്ങ് കഴുകി ശുദ്ധീകരിക്കുമെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോർത്തോളൂ, അത് ശരിയല്ല. പാപം നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതൊരു പാപം പ്രശ്നമല്ല. ഞാനിതങ്ങ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യേശുവിനോട് കരഞ്ഞ് നിലവിളിച്ച് കഴിയുമ്പോൾ യേശു അതങ്ങ് ക്ഷമിക്കും, അതുകൊണ്ട് ഞാനിതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നത് അത് തെറ്റാണ്. അങ്ങനെ പഠിപ്പിക്കാൻ പോലും പാടില്ല. ശരീരത്താൽ ചെയ്യുന്ന പാപം ആത്മാവിനെ ബാധിക്കില്ലെന്ന് പഠിപ്പിച്ചു. ശരീരപാപം ചെയ്യട്ടെ, ആത്മാവ് ശുദ്ധമാണ്. വിഗ്രഹാരാധനയുമായി അവർ കോംപ്രമൈസ് ആകും. റോമ സമൂഹത്തിനുമായിട്ട് പൊരുത്തപ്പെടാനായി വിവിധ ദൈവങ്ങളുടെ ഉത്സവങ്ങളിലും അശുദ്ധ ആചാരങ്ങളിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിച്ചു. നിങ്ങൾ അതിലൊക്കെ പങ്കെടുത്തോളൂ, നിങ്ങൾ അതിലൊക്കെ പൊക്കോളൂ, കുഴപ്പമില്ല, നിങ്ങള് കൃപയുണ്ടല്ലോ, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം ഇതൊക്കെ ക്ഷമിച്ചോളും, ആത്മാവിന് ദോഷമൊന്നും വരത്തില്ല എന്നുള്ള രീതിയിൽ അവർ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ലൈംഗിക അശുദ്ധത ഉണ്ടായി. ശരീരം സ്വാതന്ത്ര്യമാണ്, ശരീരത്തിന് സ്വാതന്ത്ര്യമുണ്ട്, അത് പാവമല്ല, അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള പഠിപ്പീരുകൾ, തെറ്റായ ഒരു അഭിപ്രായം പഠിപ്പിച്ച ഒരു കൂട്ടരായിരുന്നു നിക്കോലാവ്യർ. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മുടെ ഒരു തെറ്റുകള്, കുറ്റങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള പോരായ്മകൾ കണ്ടിട്ട് അത് കുഴപ്പമില്ല എന്ന് ആരെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. എന്തും സഹിക്കാൻ, എന്തും സഹിച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ വിധത്തിലാണ് നിക്കോലാവ്യർ പഠിപ്പിച്ചത്. എഫേസോ സഭ ഇതെല്ലാം പകയ്ക്കുന്നത് ഒരു നന്മയായി യേശു കണ്ടു. അതൊരു നന്മയാണ്. പാപത്തോട് പകയ്ക്കുക, പാപത്തോട്, പാപം ചെയ്യുന്ന അതിനോട് പകച്ചു മാറി നിൽക്കുക. സ്നേഹത്തിന്റെയും വിശുദ്ധതയുടെയും അടയാളമാണ് പാപത്തോട് പകയ്ക്കുക എന്നുള്ളത്. എഫേസോ സഭ തെറ്റായ പഠിപ്പീരുകൾ ഇഷ്ടപ്പെട്ടില്ല, അശുദ്ധ ജീവിതത്തോട് വിട്ടുവീഴ്ച ചെയ്തില്ല, പാപത്തോട് ഡീല് ചെയ്ത് കോംപ്രമൈസ് ചെയ്യാതെ എഫേസോ സഭ പിടിച്ചു നിന്നു. എന്നാൽ അവർ തെറ്റിനെ റിജക്ട് ചെയ്യുകയും പക്ഷെ യേശുവിനോടുള്ള ആദ്യ സ്നേഹം തണുത്തു പോവുകയും ചെയ്തിരുന്നു. ആ ഒരൊറ്റ കുറവ് മാത്രമേ എഫേസോസിനെ കുറിച്ച് പറയുന്നുള്ളൂ. വെളിപ്പാട് 2:7 പറയുന്നുണ്ട്, ഞാനും നിക്കോലാവ്യരുടെ നടപ്പ് പകയ്ക്കുന്നു. അങ്ങനെ യേശു പകയ്ക്കുന്ന യേശു എന്തിനെയാണോ ഇഷ്ടപ്പെടാതിരിക്കുന്നതെന്ന് നമ്മളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും അതിനെ മാറ്റി നിർത്തണം. അപ്പൊ ഇവിടെ നിക്കോലാവ്യരുടെ നടപ്പ് നമ്മൾ കണ്ടു. ആ നടപ്പ് വശങ്ങൾ വല്ലതും നമ്മളിൽ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതിനെ മാനസാന്തരപ്പെട്ട് വരിക, ദൈവത്തിലേക്ക് അടുത്തു വരിക. അതൊരു ശാസനയായിട്ടല്ല യേശു ക്രിസ്തു പറയുന്നത്, ഒരു വിരോധമായിട്ടല്ല പറയുന്നത്. യേശുവിന്റെ അവസാനത്തെ ഒരു വാക്കായിട്ടാണ്, പ്രതിജ്ഞയും പ്രതിഫലവും നിറഞ്ഞൊരു വാക്ക്. 2:7 അത് ഞാനും പകയ്ക്കുന്നു,
ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനു ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. യേശുവിന്റെ ഹൃദയവുമായി ഒത്തുപോകുന്ന ഒരു സഭയായിരുന്നു എഫേസോസ് സഭ. പക്ഷെ യേശുവിന്റെ ഹൃദയവുമായി ഒത്തുപൊക്കോണ്ടിരുന്നപ്പോഴും അവരുടെ ഹൃദയം പതുക്കെ തണുത്ത് പിന്മാറി. അപ്പൊ വീണ്ടും യേശു അതിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതൊരു ഫിസിക്കൽ ഇയർ അല്ല, നമ്മളുടെ ഈ ഒരു കേൾവിയല്ല. ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ ആത്മീയമായിട്ട് ഇത് മനസ്സിലാക്കണം. നമ്മൾ ആരെയും ചോദ്യം ചെയ്യാനോ ആരെയും വിധിക്കുവാനോ ആരെയും കുറഞ്ഞവനായി കാണുവാനോ ഒന്നുമല്ല ഇത് പറയുന്നത്. ചില കാര്യങ്ങൾ യേശുവിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെ കണ്ടാൽ അതിനെ പകച്ചു മാറ്റി നിർത്തുവാനുള്ള ആത്മീയ ബോധം നമ്മളിൽ ഉണ്ടാകണം. ആത്മാവ് ഈ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് ഒരു സഭയ്ക്ക് വേണ്ടിയിട്ടോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ല, എല്ലാ കാലത്തെയും എല്ലാ സഭകൾക്കും എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കേൾക്കട്ടെ, അവഗണിക്കാതെ ആഴത്തിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ വരെ സ്വീകരിച്ച് ജീവിതത്തിന്റെ നടപ്പിൽ അത് കേൾക്കുക, ഫോളോ ചെയ്യുക, അനുസരിക്കുക. ചെവിയുണ്ടെങ്കിൽ ആത്മാവിന്റെ ഹൃദയത്തിന്റെ ചെവി തുറന്നുകൊണ്ട് ആത്മാവിൽ ഇതിനെ ഏറ്റെടുക്കുക. അബദ്ധവശങ്ങളിലേക്ക് പോകാതെ കണ്ട് നിക്കോലാവ്യരുടെ ആ പഠിപ്പീരികളെ പഠിപ്പിക്കാതെ നിക്കോലാവ്യരുടെ ജീവിത ശൈലിയിലേക്ക് പോകാതെ നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് ക്രിസ്തുവിനോട് കൂടെ വന്ന് ക്രിസ്തുവിന്റെ ചിറകിൻ കീഴിൽ നമ്മൾ മറഞ്ഞിരുന്നു കൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ ഓവർകമർ, എല്ലാത്തവനെ അതിജീവിച്ചു വരുന്നവൻ. കാരണം ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ സഭയ്ക്കകത്തുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മൾ വസിക്കുന്ന സ്ഥലത്തുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജയിക്കുന്നവന്, ഹൃദയം യേശുവിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവൻ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങുന്നവൻ, ടെംപ്റ്റേഷന്റെ മുമ്പിൽ തോറ്റുപോകാതെ നിൽക്കുന്നവൻ, നമ്മളെ ആകർഷിച്ചു കൊണ്ടുപോകാൻ പല കാര്യങ്ങളും വരും. ആ പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതിലൊക്കെ വീണു പോകാതെ പരീക്ഷണങ്ങളുടെ കൂമ്പാരത്തിൽ നിലകൊള്ളുമ്പോൾ വചനം പിടിച്ച് നമ്മളെ ഉറച്ചു നിൽക്കുന്നവനെ യേശുവിന് അവനെയാണ് വേണ്ടുന്നത്. അപ്പൊ ചിലപ്പോ ചിലടത്ത് നമ്മൾ വീണു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് യഥാസ്ഥാനപ്പെടൂ. ഈ അവസാന സമയങ്ങളിലും ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമാണ്, നീ മാനസാന്തരപ്പെടൂ, നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരൂ. നിന്റെ ആദ്യ സ്നേഹം, നിന്റെ ഹൃദയമാണ് എനിക്ക് വേണ്ടുന്നത്. നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ കാണുന്നുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ട് സഹിക്കുന്ന കഷ്ടങ്ങൾ കാണുന്നുണ്ട്, നീ പാപത്തോട് എതിർത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതെല്ലാം നിന്നിലുണ്ടെങ്കിലും നിന്റെ ഹൃദയം എന്നിലേക്ക് തിരികെ വരൂ, മടങ്ങി വരൂ. എന്റെ സ്നേഹം നിന്നിൽ കവിഞ്ഞു വരട്ടെ. വചനം പിടിച്ച് നമ്മൾ നിൽക്കണം. നമ്മൾ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം, വ്യാജത്തെ ജയിക്കണം. തണുത്തുപോയെങ്കിൽ നമ്മൾ മടങ്ങി വന്ന് വീണ്ടും ചൂടുള്ളവരായി, തീഷ്ണതയുള്ളവരായി, യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്തവരായി ഇതിലൂടെയൊക്കെ നമ്മൾ കടന്ന് യേശുവിലേക്ക് വരുന്ന വ്യക്തികളാണ് ജയിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹത്തിലേക്ക്, ആ ഒരു ആദ്യ അനുരാഗത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. അവിടെ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം. ആ വാഗ്ദാനം ഉൽപ്പത്തി 2 മുതൽ റെവലേഷൻ 22 വരെ നീണ്ടുപോകുന്ന വാഗ്ദാനമാണ്. ജീവവൃക്ഷത്തിന്റെ ഫലം, ജീവവൃക്ഷം, ദൈവത്തോടുള്ള നിത്യജീവൻ, നിത്യസമാഗമം, പാപരഹിതമായിട്ടുള്ള നില, മരണമില്ലാത്ത ആ ഒരു സ്ഥിതി. ആ ആദ്യകാലത്ത് ആദിയുടെ ആ അനുഗ്രഹം ആദാമിനും ഹവ്വയ്ക്കും പാപം ചെയ്ത ശേഷം ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാനായില്ല. പക്ഷേ യേശു ഇപ്പോൾ പറയുന്നു, ജീവവൃക്ഷത്തിൽ നിന്നുള്ളത് പറിച്ച് ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരെ അവിടെ നിന്നും പുറത്താക്കിയത്. ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് യേശു പറയുന്നു, ആദിയിൽ നീ നഷ്ടപ്പെടുത്തിയത് നീ ഇവിടെ വിജയിച്ചാൽ നിനക്കത് ഞാൻ തിരികെ തരാം. നീ ആദിയിൽ നീ അത് നഷ്ടപ്പെടുത്തി, നിന്റെ ഇതുവരെയുള്ള ജീവിതത്തിലും നീ അത് നഷ്ടപ്പെടുത്തിയിരുന്നു. പക്ഷെ നീ തിരികെ വരുമെങ്കിൽ ഞാൻ അത് നിനക്ക് തരാം. അത് അന്ന് നഷ്ടപ്പെട്ടു പോയതാണ്, പക്ഷെ നിനക്ക് ഞാനത് മടക്കി നൽകാം. നീ മടങ്ങി വരൂ. ദൈവത്തിന്റെ പർദീസ എന്ന് പറയുന്നത് സ്വർഗം, ദൈവ സാന്നിധ്യത്തിന്റെ കേന്ദ്രം, നിത്യതയുടെ ഉയർന്ന സ്ഥലം. ആ സ്ഥലത്ത് നിനക്ക് നിത്യജീവൻ നിനക്ക് ഞാൻ തരാം. അതൊരു വാഗ്ദാനമാണ്. ദൈവം നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുന്ന ദൈവമാണ്. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കുമെന്നുള്ളൊരു വാഗ്ദാനം യേശു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് തന്നിരിക്കും.
യേശു പറയുന്നു, നീ വിജയിച്ചാൽ, നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിയാൽ, ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് നീ അതിൻ പ്രകാരം നടന്നാൽ നിനക്ക് നിത്യജീവൻ ഉറപ്പാണ്. ദൈവത്തിനോടൊപ്പമായിരിക്കും. നീ നിത്യതയിലുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള അനുഗ്രഹത്തെ നീ കൈക്കൊള്ളും. അതുകൊണ്ട് നീ മടങ്ങി വരൂ സഹോദര, സഹോദരി, നീ മടങ്ങി വരൂ. നീ ആദ്യ സ്നേഹത്തിലേക്ക് വരൂ. യേശുവിന് വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. യേശു ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊന്നും നമുക്കും വേണ്ട. ആഗ്രഹം പിതാവിന്റെ ഇഷ്ടം എന്താണോ അത് വേണം നമ്മളിൽ നിറവേറാൻ. യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണോ അത് മതി നമ്മുടെ ജീവിതത്തില്. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിലേക്ക് മടങ്ങി വരൂ. ആ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരൂ.